പോസിറ്റീവ് ടെർമിനലിൽ പോസിറ്റീവിലും നെഗറ്റീവിലും ഇങ്ങനെ വയ്ക്കുക. അതിലങ്ങനെ ചെയ്ത് കറങ്ങുന്നുണ്ടോ ഗൈസ്, ഇതിൻ്റെ കാർബൺ ബ്രഷ് ഉപയോഗിക്കുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് ഒരു വണ്ടിയുടെ മെയിൻ്റനൻസ് ആണ്. മിക്ക പൾസർ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഏത് വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഇതൊരു വിഷയമാണ് സ്റ്റാർട്ടറിൻ്റെ വിഷയം. സെൽഫ് എടുക്കാതിരിക്കുക. എനിക്കറിയാം ഓൾമോസ്റ്റ് കിക്കറുള്ള വണ്ടിക്കാർക്ക് സെൽഫ് വന്നാൽ പിന്നെ അവർ മൈൻഡ് ചെയ്തില്ല സെൽഫിനെ കുറിച്ച്. അപ്പം സെൽഫിനൊരു കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള റെമഡീസ് ഒക്കെയാണ് ഈ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോക്കകത്ത് സ്പെഷ്യൽ ഒരു ഗസ്റ്റ് ഉണ്ട്, സ്വന്തം അളിയനാണ്. അളിയൻ എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ഈ വണ്ടി മെയിൻ്റനൻസ് ടെക്നിക്കൽ പാർട്സിലൊക്കെ നല്ലൊരു അറിവുള്ളൊരു മനുഷ്യനാണ്. അപ്പം അളിയൻ ഹീറോ ഹോണ്ടയുടെ നെടുങ്കണ്ട ഷോറൂമിലെ ടെക്നീഷ്യനാണ്. അപ്പോൾ അളിയനാണ് നമ്മുടെ വണ്ടി ശരിയാക്കി തരുന്നത്. അപ്പം ഈ എല്ലാ കാര്യങ്ങളും ഈ വണ്ടി എടുത്തപ്പോൾ തൊട്ട് ഫുൾ മെയിൻ്റനൻസും എല്ലാം പീരിയോഡിക്കൽ എന്നാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുന്നതും ഗൈഡ് ലൈൻസൊക്കെ സ്വീകരിക്കുന്ന അളിയൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം ഞാൻ ഈ വണ്ടിക്ക് സെൽഫിന് വിഷയമുണ്ട്. ഞാനിപ്പം രാവിലെ ഓടിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ടായില്ല. അപ്പോൾ സ്റ്റാർട്ടാ വന്നപ്പോഴേക്കും ഞാൻ അളിയനെ വിളിച്ച് വെച്ചപ്പോൾ അളിയൻ പറഞ്ഞു ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ വർക്ക്ഷോപ്പിലൊക്കെ പലരോടും ചോദിച്ചപ്പോൾ പലരും പല അഭിപ്രായം പറഞ്ഞത്. അപ്പം അതിനകത്ത് കുറേ പേര് പറഞ്ഞു റിലേയുടെ ആയിരിക്കും എന്ന് പറഞ്ഞത്. അപ്പം റിലേയുടെ ആണെന്ന് പറഞ്ഞ് കുറേ പേര് സ്റ്റാർട്ടർ മാറണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു സ്റ്റാർട്ടർ 2000 രൂപ എടുത്ത് വില വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് മാറുകയെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലല്ല. അപ്പോഴാണ് ഞാൻ അളിയനെ വിളിക്കുന്നത്. അപ്പോൾ അളിയൻ പറഞ്ഞ് മിക്കവാറും സ്റ്റാർട്ടറിൻ്റെ ആവാനാണ് ചാൻസ്. നമുക്ക് 2-3 കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഒന്നാമത്തെ റിലേ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ റിലേ ചെക്ക് ചെയ്തു. റിലേ ചെക്ക് ചെയ്തതിന് ശേഷം വേറെ വണ്ടിയുടെ സ്പാർക്ക് ചെയ്ത് നോക്കി. നമ്മൾ റിലേ സ്പാർക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. റിലേ സ്പാർക്ക് ചെയ്ത് നോക്കിയിട്ടും ഒരു അനക്കവും ഇല്ല, വണ്ടിക്ക് യാതൊരു അനക്കവും ഇല്ലാതായിപ്പോയി. അപ്പോൾ തന്നെ എനിക്ക് ഏറെക്കുറെ മനസ്സിലായി സ്റ്റാർട്ടറിൻ്റെ ആയിരിക്കുന്നു. അപ്പം വേറെ ഫ്രണ്ടിനോട് വെച്ചപ്പോൾ അവൻ പറഞ്ഞത് റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് ചെയ്യുമ്പോൾ അളിയനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അളിയൻ പറഞ്ഞു നമ്മുടെ എന്നാളിയ പറഞ്ഞ സാധനത്തിൻ്റെ പേര് കാർബൺ ബ്രഷിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വണ്ടി സ്റ്റാർട്ട് ആവുക, ചെറിയ നിസ്സാര കോഴ്സിന് അത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതെല്ലാമാണ് പറയാൻ പോകുന്നത്. നമ്മുടെ വണ്ടി നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ഒരു വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റ് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും, അതെങ്ങനെ പരിഹരിക്കുമെന്നാണ് വീഡിയോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മൊത്തം സ്കിപ്പ് ചെയ്ത് ഈ വീഡിയോ കാണുക. നമ്മുടെ വണ്ടി ഓണാക്കിയിട്ടുണ്ട്. ഓണാക്കി ഇനി നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. സാധാരണ ഈ ടിക് ടിക് സൗണ്ട് വരുമ്പോൾ എല്ലാവരും റിലേ പോയതാണെന്നാണ് വിചാരിക്കുന്നുണ്ട്. പക്ഷേ റിലേ ഇതാണ് നമ്മൾ റിലേ കൊടുക്കുമ്പോൾ ഒരു വിഷയമില്ല. അപ്പം അതിന്റെ വിഷയമല്ല. നമുക്കിനി സെൽഫ് മോട്ടർ ഈ പൾസർ 180 അയക്കണം. എന്താന്ന് വെച്ചാൽ മോട്ടർ ടൈറ്റ് ആകാനോ അല്ലെങ്കിൽ ബ്രഷ് ആവാം. അതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓയിൽ ഫുള്ളും നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയണം. കാരണം ഇതിൻ്റെ ക്ലച്ച് കവർ നമ്മൾ അഴിക്കണം. ക്ലച്ച് കവർ അഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ സെൽഫ് മോട്ടർ ഉള്ളിലായിട്ട് അത് അഴിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതിലേക്ക് കിടക്കാം. ഓക്കെ. വണ്ടിയുടെ ഓയിൽ ഡ്രെയിൻ ചെയ്തപ്പോൾ ഇത് മാറാറായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് റീയൂസ് ചെയ്യുന്നില്ല, പുതിയ ഓയിൽ തന്നെ ഒഴിക്കാൻ പോവുകയാണ്. നമ്മളിനി ക്ലച്ച് സൈഡിലോട്ട് വരികയാണ്. ഇതിൻ്റെ ക്ലച്ച് റൈറ്റ് സൈഡിലാണ്. നമ്മൾ ക്ലച്ച് കവർ അഴിക്കണം. ക്ലച്ച് കവർ അഴിക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ക്ലച്ച് കേബിൾ നമ്മൾ റിലീസ് ചെയ്ത് വിടണം, അല്ലെങ്കിൽ അഴിക്കാൻ ബുദ്ധിമുട്ട് വരും. ക്ലച്ച് കേബിൾ അഴിക്കുന്നത് 2 12-ൻ്റെ സ്പാൻഡർ മതി, 12 സൈസ്. ലൂസാക്കുക. എന്നിട്ട് ഇവിടുത്തെ ക്ലിപ്പ് ഊരി കണക്ഷൻ പിടിപ്പിക്കുക. ഇത്രേ ഉള്ളൂ. ഇവിടുത്തെ ഈ കണക്ഷൻ ക്ലച്ച് യോക്കിൻ്റെ. ഓക്കെ, ഇത് ഫ്രീ ആയി. അതിനുശേഷം നമ്മൾ 8-ൻ്റെ T ആണ് ഉപയോഗിക്കുന്നത്. 8 ഈ ബോൾട്ടിൻ്റെ സൈസ്. 8 T ഉപയോഗിച്ച് നമ്മൾ ക്രോസ് ആയിട്ട് അയക്കണം. ക്ലച്ച് കവറിൻ്റെ നട്ടുകളൊക്കെ ലൂസ് ചെയ്ത് അതിന് മുമ്പ് ഈ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ സ്റ്റാർ, ഈ കപ്പ് ഊരിയെടുക്കണം. ഈ 2 8 നമുക്ക് ലൂസ് ചെയ്യണം. ക്ലച്ചിൻ്റെ ബോൾട്ടുകളൊക്കെ നമ്മൾ അയച്ച്, അപ്പോൾ ക്ലച്ച് കവർ അയക്കാനായിട്ട് ഈ ക്ലച്ച് യോക്കിലൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്താൽ പതുക്കെ നല്ല എഞ്ചിനാണ്. പാക്കിംഗ് ഒന്നും പോകാതെ അയച്ച് എന്തോ ഭാഗ്യമുണ്ട്. എന്നാലും നമ്മൾ ഈ പാക്കിങ് മാറുന്നതായിരിക്കും. നമ്മൾ ക്ലച്ച് കവർ അയച്ചു. ഇനി അടുത്തത് നമ്മൾ സെൽഫ് മോട്ടറിൻ്റെ കണക്ഷൻസ് പിടിപ്പിക്കണം. അതിന് ഇവിടെ 10-ൻ്റെ ഒരു നട്ടാണ് വരുന്നത്, അത് റിലീസ് ചെയ്യുക. ഇനി നമ്മൾ സെൽഫ് മോട്ടർ ഊരിയെടുക്കുകയാണ്. പ്രൊഫഷണൽ. ഇനി ഇത് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ്. പോസിറ്റീവ് ടെർമിനലിൽ പോസിറ്റീവിലും നെഗറ്റീവിലും ഇങ്ങനെ വയ്ക്കുക. അതിലങ്ങനെ ചെയ്ത് കറങ്ങുന്നുണ്ടോ എന്നറിയാം. സ്റ്റക്കാണ്. അപ്പോൾ നമുക്കിത് അയച്ച് നോക്കാം. ഒരു വർക്കിങ്ങും ഇല്ല. നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് കണ്ടല്ലോ. ഇനി നമുക്കിത് അഴിക്കാം. ഇത് അഴിക്കുന്നതിന് മുൻപ്
നമുക്കിത് മാർക്ക് ചെയ്യണം. നമ്മളെങ്ങനെ മാർക്ക് ചെയ്ത്? ഇതിനൊരു ഡയറക്ഷൻ ഉണ്ട്, അല്ല ഡയറക്ഷൻ മാറിപ്പോയാൽ കയറാനൊക്കെ ഭയങ്കര പാടുണ്ട്. ഗൈസ്, ഇതിൻ്റെ കാർബൺ ബ്രഷ് പോയിരിക്കുകയാണ്. നമ്മൾ പുതിയ കാർബൺ ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്. പീരിയോഡിക്കലി റീപ്ലേസ് ചെയ്യേണ്ട ഒരു സാധനമാണിത്. കാർബൺ ബ്രഷ് ഡിപ്രിസിയേഷൻ പാർട്സുകളാണ്. വണ്ടിയുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചെയിൻ കിറ്റ്, സ്പാർക്ക് പ്ലഗ്, ക്ലച്ച് കേബിള്, ആക്സിലേറ്റർ കേബിള്, അങ്ങനെയുള്ള കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യുന്ന പോലെ തന്നെ പ്രാധാന്യം ഈ കാർബൺ ബ്രഷിന് ഒരു കാലാനുസൃതമായിട്ട് ഒരു ഡിപ്രിസിയേഷൻ വരുമ്പോൾ ഇത് മാറ്റി വരണം. ഇല്ലാത്ത പക്ഷം ഇത് തീരാൻ നോക്കിയിരിക്കരുത്. ഇതിന് മുൻപ് തന്നെ ഒരു 10-25,000 30,000 കിലോമീറ്റർ നമുക്ക് ഓടി കിട്ടുന്നതാണ്. അത് കഴിയുമ്പോഴത്തേനും ഇത് റീപ്ലേസ് ചെയ്യുന്നതാണ് ഉചിതം. ഓക്കെ. ഇതാണ് കാർബൺ ബ്രഷ് പുതിയത് നമ്മൾ വാങ്ങിച്ച വറോക്കിൻ്റെ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 74 രൂപയേ ഉള്ളൂ. ഓക്കെ. ഇവിടെയാണ് കാർബൺ ബ്രഷ് ഇരിക്കുന്നത്. ഈ ഹോൾഡർ അഴിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ചിടേണ്ടതായിട്ടുണ്ട്. കാർബൺ ബ്രഷൊക്കെ ജാമായിട്ട് അകത്തൊക്കെ കയറിയിരിക്കുന്നത്. അത് കുഴപ്പമില്ല, നമുക്കിത് എടുക്കാം. നമ്മുടെ ഫുള്ള് പൊട്ടിപ്പോയായിരുന്നല്ലോ. പോയി. നമ്മളിപ്പോൾ സ്റ്റാർട്ടർ തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ മാർക്ക് ചെയ്ത അതേ പൊസിഷൻ തന്നെ നമ്മൾ അതിനുള്ള പറയുന്ന സാധനത്തിന് പറഞ്ഞാൽ നമ്മൾ ഇട്ട സാധനം കാർബൺ ബ്രഷ് ഇട്ടതിന് ശേഷം നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മോട്ടർ ചെക്ക് ചെയ്യും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്ര നേരം കൊണ്ട് നമ്മൾ സ്റ്റാർട്ടർ മോട്ടർ ഫുള്ള് റീസെറ്റ് ചെയ്തു. അതിൻ്റെ ക്ലീൻ ചെയ്തു, ബെയറിംഗ് എല്ലാം കുഴപ്പമൊന്നുമില്ല, ഒക്കെ കണ്ടീഷനാണ്. നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇനി വർക്ക് ചെയ്യില്ല, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കാൻ പോകുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് ബാറ്ററി ആയിട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കണം. അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് എടുക്കാം. നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. വണ്ടി ഓണല്ലേ? ഓണാക്കണ്ട. ഇവിടെ കൊടുത്തു നോക്കുന്നു നമ്മള് ഫ്രണ്ട്സ്. അപ്പോൾ പക്ഷേ ഇടയ്ക്കൊരു അബദ്ധം പറ്റി. നമ്മളാണെങ്കിൽ അബദ്ധമല്ല, നമ്മളൊരു അപ്രതീക്ഷ നമ്മൾ ഞെട്ടിപ്പോയി. കാര്യം അതിന്റെ മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 2 വാഷറില്ല. ഒരിടത്തെ വാഷറുള്ളൂ. നേരത്തെ എവിടെ അഴിച്ചിട്ട് ഈ 2 വാഷർ അലൈൻമെന്റ് ഉണ്ട്. അപ്പോൾ അലൈൻമെന്റ് ടൈറ്റ് ആകുമ്പോൾ ഈ ആർമേച്ചർ ടൈറ്റ് ആവും, കറങ്ങാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് ഓക്കെ ആക്കിയിട്ടുണ്ട്. അടിച്ചു പോയാൽ നമുക്ക് ടെൻഷൻ അല്ലേ. പക്ഷേ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് എല്ലാ ആർമേച്ചറൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഷോർട്ടിങ് ഒന്നുമില്ല, ലൈൻ എല്ലാം കറക്റ്റ് വരുന്നുണ്ട്. വണ്ടിയുടെ വയറിങ്ങും കുഴപ്പമില്ല, റിലേയും കുഴപ്പമില്ല. നിസ്സാരമായിട്ടുള്ള കേസ് കെട്ടുകളൊക്കെ ഉള്ളൂ. ഈ കാരണങ്ങൾ കൊണ്ട് വർഷപ്പിലുള്ള എല്ലാവരെയും അല്ല പറയുന്നത്, ചിലർ ഇത് മാറാനൊക്കെ പറയും, ഭയങ്കര എമൗണ്ട് ആകും, പാവപ്പെട്ടവർക്ക് ഇത് പറ്റത്തില്ല. പക്ഷേ ഇത് ഒന്ന് മെനക്കെട്ട ഇത് ശരിയാവും. നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ടെൻഷൻ അടിച്ചു, എൻ്റെ നെഞ്ചൊന്ന് പതറി. നമ്മളിത് റീസെറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു വാഷർ ഉണ്ടായിരുന്നു, 1 സൈഡ് അത് തെറിച്ചു പോയി. അത് വലിയ വിഷയമാക്കി കണ്ടില്ല. അത് റീഫിറ്റ് ചെയ്തപ്പോൾ ആർമേച്ചർ ടൈറ്റായി. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് ആ വാഷർ തിരിച്ച് തപ്പിപ്പിടിച്ചിട്ട് 2 സൈഡും ഈക്വലായിട്ട് ടൈറ്റ് ചെയ്തപ്പം ഇതൊക്കെ. അപ്പോൾ ഓരോ ചെറിയ അറിവും ചെറുതല്ല, വലുത് തന്നെയാണ്. അപ്പം ശ്രദ്ധിച്ച് ഇതൊക്കെ ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ അലൈൻമെൻറ്റ് 2 വോൾട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിന് മാക്സിമം അലൈൻമെൻ്റ് ഉണ്ട്. ആ വരയൊക്കെ ഇങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് വരയിട്ടായിരുന്നു, ആക്യുറേറ്റ് ആയിട്ട് അത് നിൽക്കുന്നുണ്ട്. മുമ്പ് ഇത് വ്യതിചലിച്ച് നിൽക്കുമായിരുന്നു, ഇപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ ഈ ഓറിങ്ങിലൊക്കെ ഇച്ചിരി ഗ്രീസൊക്കെ ഇട്ടിട്ട് വേണം ഇത് റീസെറ്റ് ചെയ്യാൻ. നമ്മൾ റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്. കൂളായിട്ട് കയറി. ഇതാണ് എൻ്റെ ഗ്യാസ്കറ്റ് അല്ലെങ്കിൽ പാക്കിംഗ് എന്ന് പറഞ്ഞത്. പാക്കിംഗ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പഴയ നമ്മുടെ അടുത്ത് കളയുകയാണ്. പഴയ പാക്കിങ് നമ്മളെയാണ്. നമ്മൾ ക്ലച്ച് ഓവർ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇച്ചിരി ഗ്രീസ് ആക്കുക. കാരണം എങ്ങും ഫോൾഡ് ആയിട്ടിരിക്കാതിരിക്കാനാണ്. അതാകുമ്പോൾ കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിക്കോളും. ഇതൊക്കെ ടിപ്സ് ആട്ടോ നിങ്ങൾക്കൊക്കെ. ഈ ടിപ്സ് എനിക്ക് പറഞ്ഞത് മെക് ബ്ലോഗ് എന്ന് പറയുന്ന ചാനലിലെ ആ ചേട്ടനാണ്. പുള്ളിയുടെ വീഡിയോസൊക്കെ ഞാൻ പ്രോപ്പറായി കാണുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഓരോ എനിക്കൊരു പുതിയ അറിവ് കേട്ടത്. വരൂ.
ഇനി ഈ ബോൾട്ടുകളൊക്കെ ടൈറ്റ് ചെയ്യുകയാണ്. ക്രിസ് ആയിട്ട് ടൈറ്റ് ചെയ്യണം. സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തത്. ആ സൗണ്ട് കേട്ടോ, നിങ്ങൾ ഒരു ഇതുമില്ല, പക്കാ സൗണ്ടാണത്. ഒന്നുകൂടെ എന്നെ കേൾപ്പിച്ചരാ, സ്റ്റാർട്ടിങ് സൗണ്ട് കേൾപ്പിച്ചരാ. അത്രേ ഉള്ളൂ, അത്ര സ്മൂത്തായി വണ്ടി. പിന്നെ നമ്മൾ ഗ്യാസ്കറ്റ് എല്ലാം മാറി, വണ്ടി സെറ്റായി. നമ്മളിപ്പോൾ ഈ കാർബൺ ബ്രഷ് മാറുന്നുണ്ടല്ലോ, വണ്ടിക്ക് പീരിയോഡിക്കലി ഇതൊരു 1 year ഒക്കെ ആകുമ്പോൾ ഇത് ഡിപ്രിസിയേഷൻ പാർട്സ് ആയതുകൊണ്ട് തേയ്മാനം സംഭവിക്കും. അപ്പം അത് മാറി വിടണം. ഒരു 40-50 ഇത് സ്റ്റാർട്ടിങ് ട്രബിൾ വരുമ്പോഴേ റിലേ മാറിയിട്ടും ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടർ അയച്ചിട്ട് ക്ലീൻ ചെയ്യുക. ഇല്ലെങ്കിൽ കറങ്ങി നിൽക്കുന്ന ഒരു ബെല്ലടിക്കുന്ന ഒരു സൗണ്ട് പോലെ കേൾക്കുവാണെങ്കിലും അത് സ്റ്റാർട്ടർ മോട്ടറിൻ്റെയാണ്. അയച്ചിട്ട് അതിൻ്റെ ബെയറിങ്ങിലൊക്കെ ഇച്ചിരി ഗ്രീസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഓക്കെ ആവും. എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. നീറ്റായിട്ട് വർക്ക് ചെയ്ത വണ്ടി നീറ്റായിട്ട് തന്നെ നിൽക്കും. പീരിയോഡിക്കൽ മെയിൻ്റെനൻസ്. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ വണ്ടി സ്റ്റാർട്ടർ മോട്ടർ റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും. അപ്പോൾ നമ്മൾ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പൾസർ ഉപയോഗിക്കുന്നവരെല്ലാവരും പ്രത്യേകിച്ച് ചെറിയ സൗണ്ട് കേട്ടാൽ പോലും നമ്മൾ സ്റ്റാർട്ടറിൻ്റെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ വണ്ടിക്ക് കിക്കറില്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റാർട്ടർ മോട്ടർ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന് നമ്മൾ റോഡിൽ പെട്ടുപോകുന്ന അവസ്ഥയാണ്. ഇപ്പം 2-3 പ്രാവശ്യം പെട്ടുപോയി. ആദ്യം ഞാൻ വിചാരിച്ച റിലേ ആണെന്ന് വിചാരിച്ച്, പിന്നെ ഞാൻ വിചാരിച്ചു 1 way ക്ലച്ചിൻ്റെ ആയിരിക്കും വിചാരിച്ചു. വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചപ്പോഴേക്ക് ഇവരെല്ലാം പറഞ്ഞ റിലേ ആണ്, 1 way ക്ലച്ചാണ്. ആരും സ്റ്റാർട്ടറിൻ്റെ ഒരു വിഷയമാണെന്ന് പറഞ്ഞില്ല. ചിലർ പറഞ്ഞ് സ്റ്റാർട്ടർ ഫുള്ള് മാറണം. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. കാര്യം ഇത്രയും പൈസ കൊടുത്ത് എത്ര കളിയാ 2000 രൂപ മിച്ചം വരും. പക്ഷേ ഇത് നമുക്ക് നിസ്സാര 74. പക്ഷെ നമുക്കത് വില കുറച്ച് കിട്ടി. 50 രൂപ കിട്ടി. അത്രയും പൈസക്ക് അത്രയും കോസ്റ്റിൽ നമ്മൾ ഈ സാധനം റെഡിയാക്കി എടുത്തു. പിന്നെ അതിനോട് എഫേർട്ട്, നല്ലൊരു എഫേർട്ടാണ് എടുത്തത്. നമുക്കത് പറയാതിരിക്കാൻ പറ്റും, നല്ലൊരു എഫേർട്ട് എടുത്തത്. പക്ഷേ ഇത്രയും ചെറിയ കാര്യമേ ഉള്ളൂ. മിക്ക വർക്ക്ഷോപ്പിൽ പോയാൽ ആൾക്കാർ ഇതൊന്നും ശരിയാക്കാൻ പറ്റാത്ത കാര്യമാണെന്നും പറഞ്ഞ് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ കൊണ്ട് സ്റ്റാർട്ടർ മാറാനും കുറച്ച് ആൾക്കാർ, അതെ എല്ലാവരും ഇല്ല, കുറച്ച് ആൾക്കാർ, എല്ലാവരും അടിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എന്തെങ്കിലും പൾസറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക. അറിയാവുന്ന പോലെ നമ്മൾ അതിൻ്റെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓരോ ദിവസം ഓരോന്നും പഠിക്കുകയാണ്. അതെ. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോസ് കാണുന്നവർ ദിസ് ഇസ് മീ അഖിൽ സൈനിങ് ഓഫ്. നല്ല വീഡിയോ.